ഈ കഥ നടക്കുന്നത് വടക്കേ അമേരിക്കയിലാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലം. അവിടെ ഒരു റോഡ് കാണാം. അതിന്റെ അടുത്തായിട്ട് ഒരു മരവും നിൽക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു കാടും നമുക്ക് കാണാം. വളരെ ശാന്തമായ ഒരു സ്ഥലം. അവിടേക്കിപ്പം ആകാശത്ത് നിന്നൊരു ചുവന്ന വസ്തു ആ കാട്ടിലേക്ക് വന്ന് വീഴാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കാട്ടിലായിട്ട് ഒരു മാൻ അതിന്റെ തീറ്റയും തേടി നടക്കുന്നുണ്ട്. അങ്ങനെ അത് അവിടെ നിന്ന് ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് മുമ്പിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. പക്ഷെ അതങ്ങോട്ട് നോക്കുമ്പോൾ ഒന്നിനെ അവിടെ കാണുന്നില്ല. മാനിപ്പം അവിടേക്ക് തന്നെ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് മാനിന്റെ പുറകിലൂടെ ഒരു ടെന്റക്കിൾ വരുന്നത്. അതൊരു ഏലിയനാണ്. അതിപ്പോ മാന്റെ അടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് അതിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് കേൾക്കുന്നത് മാന്റെ നിലവിളി മാത്രം. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിൽ ഈ ലേഡിയുടെ പേര് റൂത്ത് എന്നും അവന്റെ പേര് ഹാരി എന്നുമാണ്. 6 വർഷമായിട്ട് ഇവർ പ്രണയത്തിലാണ്. പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല. ഈ റൂത്തിന് ആങ്സൈറ്റി പ്രോബ്ലംസ് ഉണ്ട്. അതിന് കാരണം കുട്ടിക്കാലം മുതൽ ഇവൾ അനുഭവിച്ചു വരുന്ന പല പ്രശ്നങ്ങളാണ്. അതിങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ചിട്ട് ഏത് സമയവും ഇവക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും അതിന്റെ മെഡിസിനും കയ്യിലെടുത്തിട്ടാണ് ഇവിടെ നടക്കാറുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഹാരിക്കും അറിയാം. എങ്കിലും ഇവന് വല്ലാത്തൊരു ഇഷ്ടമാണ് അവളുടെ അടുത്ത്. ഇപ്പൊ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഒന്ന് അടിച്ചു പൊളിക്കാൻ അവൻ കുറേ കാലമായിട്ട് ഇവളോട് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് അവൾ അതിനൊന്നും സംഭവിച്ചത്. അതിനെ തുടർന്ന് അവനിപ്പോൾ അവളെയും കൂട്ടി കാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ക്യാമ്പ് ചെയ്യാൻ വേണ്ടി. 2-3 ദിവസത്തെ പരിപാടിയാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ സ്ഥലത്തേക്ക് അവരെത്തി. അവിടുത്തെ ആ കാട്ടിലേക്കാണ് അവർ പോകുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആ കാട്ടിൽ എന്താണ് അവരെ കാത്തിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, സിഗ്നിഫിക്കന്റ് അതർ. ഈ സിനിമ റിലീസായത് 2022-ലാണ്. അങ്ങനെ അവരിപ്പം അവർക്ക് പോകേണ്ട ആ കാട്ടിനടുത്തെത്തി. ഇപ്പം ഭക്ഷണം കഴിക്കണം. അതിനുവേണ്ടി അവർ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ അവരവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ആ കടയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നത്. അവർ കഴിച്ചതിന്റെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി. അത് മനസ്സിലാവുമ്പോൾ അതിന് ഞങ്ങൾ കഴിച്ചു തീർന്നിട്ടില്ലല്ലോ എന്നാണ് ഹാരി പറയുന്നത്. എന്നാൽ ഈ സമയം പയ്യൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ആകാശത്ത് നിന്നൊരു ചുവന്ന നക്ഷത്രം ഈ കാട്ടിലേക്ക് വന്നു വീണു. അത് നിങ്ങൾ കണ്ടായിരുന്നോ എന്നാണ് ആ പയ്യൻ ചോദിക്കുന്നത്. എന്നാൽ അവർക്കത് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഈ സമയത്താണ് ആ കടയിൽ ആളവനെ വിളിക്കുന്നത്. അതിനെ തുടർന്ന് ആ പയ്യൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ആ പയ്യൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവർ ഡിസ്കസ് ചെയ്യുന്നത് ആ പയ്യൻ പറഞ്ഞ കാര്യമാണ്. എന്തായിരിക്കും അവൻ ഉദ്ദേശിച്ചത് എന്നാണ് ഹാരി ചോദിക്കുന്നത്. പക്ഷെ അവക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. മാത്രമല്ല അവരത് അത്ര വലിയ കാര്യമാക്കിയിട്ട് എടുത്തിട്ടുമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവരവരുടെ സാധനങ്ങൾ എടുത്തിട്ട് നേരെ കാട് കയറാണ്. അങ്ങനെ അതിലെ നടക്കുന്ന സമയത്ത് അവൻ അവളുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ കാറിലിരിക്കാം, എന്നിട്ട് ശരിക്കൊന്ന് ചില്ലാവാം. അതിനുശേഷം നമുക്ക് കാട് കയറിയാൽ മതി. അല്ലാതെ കാട്ടിന്റെ ഉള്ളിലേക്ക് കയറി നീ വെറുതെ നെർവസ് ആവാനൊന്നും നിൽക്കരുത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതേക്കുന്ന അവളാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ തന്നെ നമുക്ക് പോവാം എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ നടന്ന് ഉൾക്കാട്ടിലെത്തി. ഇപ്പൊ ഹാരി മുന്നിലാണ് നടക്കുന്നത്. അങ്ങനെ ആ നടത്തത്തിനിടയിലാണ് അവൾക്ക് എന്തോ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നത്. ആരും അവളെ ഫോളോ ചെയ്യുന്ന പോലെ. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് നോക്കിയതിനു ശേഷം അവൾ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഈ സമയം കാട്ടിലുള്ള ആ സാധനം ഉണ്ടല്ലോ, അത് അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ അതെന്താണ് എന്ന് മാത്രം കാണിക്കുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. ഹാരി ഇപ്പം ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ റൂത്താണെങ്കിൽ അവർക്ക് കിടക്കാനുള്ള ആ ടെന്റ് ഒക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവളെ കൊണ്ട് ആ ടെന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ ഇപ്പൊ ഹാരി വിളിച്ചു. എന്നാൽ ഹാരി പറയുന്നത്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കല്ലേ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്നാണ്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് ആ ടെന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സായി കേട്ടിട്ട് അവൾ ആ പരിപാടി ഉപേക്ഷിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഹാരി തന്നെ പോയിട്ട് ആ ടെന്റൊക്കെ സെറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി. അവർ രണ്ടുപേരും ഇപ്പൊ ഉറങ്ങാൻ കിടക്കുകയാണ്. എന്നാൽ അതിനിടയിലാണ് റൂത്തിന് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത്. ഇപ്പൊ ഹാരി ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ വേഗം ഒരു ലൈറ്റും എടുത്തിട്ട് ടെന്റിന് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് അവൾ അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് അപ്പുറത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. അവളങ്ങോട്ട് നോക്കുമ്പം അത് ആ മാനായിരുന്നു. അതിപ്പം അവളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ്. വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ അവൾ ആ മാനിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഹാരി അങ്ങോട്ട് വരുന്നത്. അവനെ കാണുമ്പോൾ അവളിപ്പോ കണ്ട ആ മാനിന്റെ കാര്യം അവന്റെ അടുത്തും പറഞ്ഞു. എന്നാൽ അവൻ നോക്കുമ്പോൾ മാനിനെ കാണുന്നുമില്ല. ഈ സമയം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാനിനെ കണ്ടിട്ടാണോ നീ ഇത്രയും പേടിക്കുന്നത്? ഞാൻ വിചാരിച്ചു പേടിപ്പിക്കുന്ന വല്ല കാഴ്ചയായിരിക്കുമെന്ന്. അതേക്കുമ്പോൾ നീ പറഞ്ഞത് ശരി തന്നെയാണ്, അത് വെറും ഒരു മാനായിരുന്നു. പക്ഷെ അത് എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടാണ് നിന്ന് അതിനെ വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞു എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ പോയി കിടക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസമായി അവർ രണ്ടുപേരും അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവിടുന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഞാനൊരു സർപ്രൈസും കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കണ്ണും പൊത്തിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. ആ മലയുടെ മുകളിലെത്തി കഴിയുമ്പം അവൻ കൈവിട്ടു. ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന കടലായിരുന്നു അത്. അവിടെ വെച്ചിട്ട് അവനിപ്പോൾ അവളെ പ്രൊപ്പോസ് ചെയ്യാണ്. അതായത് അവനൊരു മോതിരം അവളെ കാണിച്ചിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യം അവൾ തീരെ പ്രതീക്ഷയല്ല. കാരണം ഇവർ തമ്മിൽ റിലേഷനിലാവുമ്പോൾ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല എന്ന്. അതിന് അവൾക്ക് പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് ഇവളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയതാണ്. അവളുടെ അച്ഛൻ്റെ അമ്മയ്ക്ക് ഇടയിലുണ്ടായ പ്രശ്നങ്ങളാണ് അവളെ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞത്. അതുകൊണ്ട് ഒരാളെ കല്യാണം കഴിക്കുക എന്നതിലൊന്നും അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു.
ഇപ്പൊ അവൻ അവളെ പ്രൊപ്പോസ് ചെയ്ത് കാണുമ്പോൾ അവൾക്ക് പാനിക് അറ്റാക്കും വന്നു. അവസാനം ആ ഗുളിക കഴിച്ചപ്പോഴാണ് അവളൊന്ന് നോർമൽ ആവുന്നത്. അപ്പൊ അവൾക്കതിൽ താല്പര്യമില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ആ മോതിരം എടുത്തു വെക്കുകയും ചെയ്തു. അവന് വല്ലാത്ത വിഷമമായി എന്ന കാര്യം അവൾക്കും ഇപ്പം മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ മറ്റൊരു ഭാഗത്ത് ടെന്റ് അടിച്ചു. ടെന്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നീ എന്തിനാണ് എന്നെ പ്രൊപ്പോസ് ചെയ്തത്, ഞാനിതൊക്കെ ഓൾറെഡി നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ അവൾ പറഞ്ഞു. അതേക്ക് അവൻ പറയുന്നത്, നീ എന്തിനാണ് റിജക്ട് ചെയ്യുന്നത്, നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണല്ലോ, പിന്നെ കല്യാണം കഴിച്ചാൽ എന്താണ് പ്രശ്നം, നീ ഇപ്പോഴും നിന്റെ പാരന്റ്സിന്റെ കാര്യം ആലോചിച്ചിരിക്കുകയാണോ, അവർക്ക് സംഭവിച്ചു തന്നെ നമുക്കും സംഭവിക്കും എന്നെന്താണ് ഇത്ര ഉറപ്പ് എന്നൊക്കെയാണ് അവന്റെ ചോദ്യം. എന്നാൽ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവളെ കൺവിൻസ് ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. മാത്രമല്ല ഈ ഒരു കാര്യത്തിന് അവൾ അവൻ്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവൾ അങ്ങനെ ദേഷ്യപ്പെട്ടത് കാണുമ്പോൾ അവനാണെങ്കിൽ എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് ആ ടെന്റിനകത്തേക്ക് പോയി കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അവൾ എഴുന്നേൽക്കുമ്പോൾ അവനവിടെ കാണുന്നില്ല. ഈ സമയം അവൾ നോക്കുമ്പോൾ അവിടെ ചെറിയൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അത് അവൻ തന്നെ എഴുതിയതാണ്. ഞാനൊന്ന് നടന്നിട്ട് വരാം, അധികം സമയം എടുക്കത്തില്ല എന്ന്. അങ്ങനെ കുറിപ്പ് വായിച്ചതിന് ശേഷം അവൾ അവളുടെ ഫോൺ എടുത്തു. അവളുടെ ഈ മാനസിക പ്രശ്നമൊക്കെ കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, അവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോൾ ഫോൺ എടുത്തത്. എന്നാൽ റേഞ്ച് ഇല്ല. റേഞ്ച് കിട്ടുമോ നോക്കിക്കൊണ്ട് അവൾ ആ ഫോൺ എടുത്ത് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവിടെ ഒരു മാൻ ചത്ത് കിടക്കുന്നുണ്ട്. അതിന്റെ തല ഇങ്ങനെ ആരോ നെടുകെ പിളർന്നിരിക്കുകയാണ്. മാത്രമല്ല അതിന്റെ ശരീരത്തിൽ എന്തോ ഒരു കറുത്ത സാധനം ഇങ്ങനെ പടർന്നു പിടിച്ചിട്ടുണ്ട്. അത് കണ്ട് ഞെട്ടി നിൽക്കുമ്പോഴാണ് ഹാരി അങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് അവനെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും ആശ്വാസമായി. അങ്ങനെ അവൾ ആ മാനിനെ അവനും കാണിച്ചു കൊടുത്തു. അതിനെ തുടർന്ന് അവൻ അങ്ങോട്ട് ചെന്നിട്ട് ആ മാനിനെ ചെക്ക് ചെയ്യാണ്. ആ കറുത്ത സാധനം പരിശോധിച്ചതിന് ശേഷം അവൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇത് വല്ല ഫംഗസും പിടിച്ചതായിരിക്കുന്നതാണ്. അതേക്കുമ്പോൾ അല്ല ഇന്നലെ ഞാൻ കണ്ട മാൻ തന്നെയാണോ ഇത് എന്നാണ് അവളുടെ ചോദ്യം. ഏയ്, അതായിരിക്കാൻ ഒരു വഴിയുമില്ല. ഈ കാട്ടിൽ എത്ര മാനുകൾ ഉണ്ടാവും, നീ എന്തായാലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി അവരുടെ ടെന്റിലേക്ക് പോവാണ്. അങ്ങനെ അവരിപ്പം അവരുടെ ടെന്റിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം ആ മാന്റെ കാര്യം ആലോചിച്ചിട്ട് അവൾക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. അതുകൊണ്ട് അവൻ അവൻ്റെ അടുത്തുള്ള ഒരു ബുക്കിൽ ഈ മാനിനെ ബാധിക്കുന്ന അസുഖത്തെക്കുറിച്ചൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ അവൾക്കും പറഞ്ഞു കൊടുത്തു, അവളൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി. അതായത് ആ മാനിന് എന്തോ വൈറസ് ബാധിച്ചാണ്. അതേക്കുന്ന അവള് പറയുന്നത്, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷെ ആ മാനിനെ കൊന്നത് എന്തായിരിക്കും, അതിന്റെ തല നീ കണ്ടതല്ലേ, അതെന്താണെങ്കിലും അത് ഈ പരിസരത്തൊക്കെ തന്നെ കറങ്ങി നടക്കുന്നുണ്ടാവത്തില്ലേ എന്നാണ് അവളുടെ ചോദ്യം. അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, എന്താണെങ്കിലും അതൊരു ജീവിയായിരിക്കല്ലോ, അതിനെ നേരിടാനുള്ള സെറ്റപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹാരി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അവൾ പറയുന്നത്, എനിക്കൊന്ന് ബാത്റൂം പോകണം, ഞാനൊന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൾ അതിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്ന ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവളൊരു പൂവ് കാണുന്നത്. ഇവളുടെ ഫേവറേറ്റ് പൂവാണത്. അവൾ അതും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പുറകിൽ അവളൊരു ഗുഹ കാണുന്നത്. അതിനകത്ത് നീല കളറിലൊരു സാധനം കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൾ ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. ആ നീല കളർ സാധനം ആ ഗുഹയിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. അങ്ങനെ നടന്ന് നടന്ന് അവൾ ആ ഗുഹയുടെ ഉള്ളിലേക്ക് എത്തി. ഈ സമയം അവിടെ കുറേയേറെ ആ നീല കളറുള്ള സാധനം കിടക്കുന്നുണ്ട്. അവൾ ഒരു വടി വെച്ചിട്ട് അതെന്താണെന്ന് ചെക്ക് ചെയ്യാണ്. അതൊരു ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. മാത്രമല്ല അവൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു സാധനം കാണുന്നത്. അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവളുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതും ആ കാഴ്ച കണ്ട് അവൾ ഉറക്കം നിലവിളിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവളിപ്പോൾ പോയിട്ട് അരമണിക്കൂറായി, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും ടെൻഷനായി. അതുകൊണ്ട് അവൻ അവളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ അവളെ കണ്ടുകൂട്ടി. അവൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവൾ എങ്ങോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വേഗം തന്നെ ഹാരി അവളുടെ അടുത്തേക്ക് എന്നിട്ട്, നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഒന്നുമില്ല, ഞാനിങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുകയായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ അവളുടെ മുഖഭാഗത്തു നിന്നും അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അവിടുത്തെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ അടുത്ത ലൊക്കേഷൻ നോക്കി നടക്കാൻ തുടങ്ങി. ഈ നടക്കുന്ന സമയത്തൊക്കെ അവൾ ഒരു വല്ലാത്ത നോട്ടമാണ് അവനെ നോക്കുന്നത്. എന്നാൽ അവൻ അവളെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ചിരിച്ചു കാണിക്കുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി. അവരിപ്പം മറ്റൊരു സ്ഥലത്ത് ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. ഹാരി ഇപ്പം നല്ല ഉറക്കമായിരുന്നു. ഇപ്പം അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ റൂത്തിനെ കാണുന്നില്ല. അവന് ശരിക്കും ഡൗട്ടായി. അവനൊരു ലൈറ്റും എടുത്തിട്ട് ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യാണ്. പക്ഷെ എവിടെയും അവളെ കാണുന്നില്ല. പെട്ടെന്നാണ് അവൾ അവന്റെ പുറകിൽ നിന്ന് വരുന്നത്. അവളുടെ കയ്യിൽ അവന്റെ കത്തിയുണ്ട്. അത് കണ്ടതും അവൻ ശരിക്കും പേടിച്ചുപോയി. നീ കത്തിയായിട്ട് എവിടെ പോയതാണ് എന്നാണ് അവന്റെ ചോദ്യം. അതേക്കുമ്പോൾ ഞാനൊരു മൃഗത്തിന്റെ ശബ്ദം കേട്ടു, അതിനെയും തേടി പോയതാണ് എന്നാണ് അവള് പറയുന്നത്. മൃഗമോ? ഞാനൊന്നും കേട്ടില്ലല്ലോ, നിനക്ക് തോന്നിയതായിരിക്കും എന്നും പറഞ്ഞിട്ട് അവൻ അവളുടെ കയ്യിൽ നിന്ന് കത്തി മേടിച്ചു. അതിനുശേഷം അവർ പോയി കിടക്കുകയാണ്. എന്നാൽ ഈ രാത്രി മുഴുവൻ ഉറങ്ങാതെ കണ്ണും തുറന്നിട്ടാണ് അവൾ അവിടെ കിടന്നത്. മാത്രമല്ല അവളുടെ കണ്ണില് ഒരു ക്രൂരഭാവം നിഴലിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി അവളിങ്ങനെ പുറത്ത് എന്തോ ആലോചിച്ചിരിക്കുമ്പോഴാണ് നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ട് ഹാരി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. ഈ സമയത്താണ് അവളൊരു കാര്യം പറയുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ നിന്നെ കുറിച്ചായിരുന്നു ആലോചിച്ചത്. ഞാൻ നിന്നോട് ചെയ്തത് വലിയൊരു തെറ്റാണ്. നീ എന്നെ പ്രൊപ്പോസ് ചെയ്തില്ലേ, അത് റിജക്ട് ചെയ്തത്. അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും ആലോചിച്ചു. എനിക്കിപ്പം നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണ് ഹാരി എന്നാണ് അവൾ പറയുന്നത്. അതേക്കുമ്പോൾ അവന് ഭയങ്കര അത്ഭുതമായി. നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത് എന്നാണ് അവന്റെ ചോദ്യം. അതെ ഹാരി, ശരിക്കും ആലോചിച്ചു. എന്റെ ആകെയുള്ള പ്രശ്നം എന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു. അവർ ഡിവോഴ്സ് ആയല്ലോ. പക്ഷെ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അത് അവരുടെ ലൈഫല്ലേ, അവരുടെ ലൈഫിൽ അങ്ങനെ പലവും സംഭവിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെന്നില്ലല്ലോ. ആ ഒരു ചിന്തയാണ് എന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അവള് പറയുന്നത്.
മാത്രമല്ല നിനക്ക് എന്നെ ഒന്നുകൂടെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ എന്നുകൂടെ അവൾ ചോദിക്കുന്നുണ്ട്. ഈ സമയം ഹാരി ആണെങ്കിൽ വല്ലാത്തൊരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അവസാനം അവൾ സമ്മതിച്ചല്ലോ, അതുകൊണ്ട് തന്നെ പിന്നെന്താ ഇപ്പൊ തന്നെ പ്രപ്പോസ് ചെയ്യാന്നും പറഞ്ഞിട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് ആ മോതിരം എടുത്തു. നിക്ക് ഇവിടെ വെച്ച് നീ പ്രപ്പോസ് ചെയ്യല്ലേ, നീ എന്നെ ആദ്യം ഒരു മലയുടെ മുകളിൽ വെച്ചിട്ടല്ലേ പ്രപ്പോസ് ചെയ്ത്, അവിടെ വെച്ചിട്ട് ചെയ്യ്, എങ്കിലും അത് കറക്റ്റ് ആവത്തുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. ഹാരി ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ വേഗം തന്നെ ആ മലയുടെ മുകളിലേക്ക് എത്തി. അവൾ പറഞ്ഞ പോലെ തന്നെ അവിടെ വെച്ചിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. ഈ സമയം ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് അവൾ അവളുടെ വിരലിൽ നീട്ടിക്കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അതിലേക്ക് ആ മോതിരം ഇട്ട് കൊടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൾ അവനെ ഒന്ന് കിസ് ചെയ്യാണ്. എന്നാൽ കിസ് ചെയ്ത് കഴിഞ്ഞതും അവളുടെ സ്വഭാവം മാറി. അവൾ അവന്റെ ഊരക്കിട്ടൊരു ചവിട്ട് കൊടുത്തു. അതിനുശേഷം അവനെ തള്ളിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്കിടാണ്. വളരെ പെട്ടെന്നാണ് അവൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അതവൻ തീരെ പ്രതീക്ഷിച്ചതുമല്ല. അങ്ങനെ അവൻ നേരെ താഴേക്ക് വീണു. പക്ഷെ വെള്ളത്തിലേക്കല്ല, അവിടെയുള്ള ഒരു പാറയുടെ മുകളിലേക്ക്. അതോടുകൂടെ അവൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ മരിച്ചു കിടക്കുന്ന അവനൊന്ന് നോക്കിയതിനു ശേഷം അവൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവളിപ്പം ആ കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. കുറെ ഓടിക്കഴിയുമ്പോൾ അവളിപ്പോൾ വല്ലാണ്ട് തളർന്നു. അതുകൊണ്ട് തന്നെ അവളിപ്പോൾ താഴേക്ക് വീഴാണ്. അങ്ങനെ അവളിപ്പോൾ താഴേക്ക് വീണ് കുറച്ച് സമയം കഴിയുമ്പോൾ ആ കാട്ടിൽ ക്യാമ്പിന് വന്ന ഒരു ഹസ്ബൻഡും വൈഫും കണ്ടെത്തി. ഇതിൽ ഹസ്ബൻഡിന്റെ പേര് റേ എന്നും വൈഫിന്റെ പേര് വിവിയൻ എന്നുമാണ്. അവരവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് തീരെ വയ്യ എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആംബുലൻസ് വിളിക്കാൻ വേണ്ടി റേ ഫോൺ എടുത്തു. എന്നാൽ റേഞ്ച് ഇല്ല. ഇപ്പൊ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തൽക്കാലം അവരുടെ ക്യാമ്പ് സൈറ്റിലേക്ക് ഇവിടെ കൊണ്ടുപോകാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സമയം രാത്രി. റൂത്ത് ഇപ്പം അവരുടെ ക്യാമ്പ് സൈറ്റിലിരിക്കുകയാണ്. റേ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അയാൾ ഒരു കത്തി വെച്ച് എന്തോ മീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വിവിയൻ ഇപ്പം റൂത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ റൂത്ത് ആണെങ്കിൽ ഒരക്ഷരം പോലും പറയുന്നില്ല. അവളിപ്പോൾ നോക്കുന്നത് റേയുടെ കയ്യിലുള്ള കത്തിയിലേക്കാണ്. അങ്ങനെ കുറേ നേരം ചോദിച്ചിട്ടും അവൾ ഒന്നും പറയാത്ത കാണുമ്പോൾ വിവിയൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് അവൾ നേരെ റേയുടെ അടുത്തേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ പറയാണ്. ഞാൻ അവളോട് കുറേ സംസാരിച്ചു, പക്ഷെ ഒന്നും അവൾ പറയുന്നില്ല. എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്, വല്ലാത്തൊരു പേടിയും. ഇവൾ ഈ രാത്രി നമ്മളുടെ കൂടെ ഇരുത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാണ് വിവിയൻ പറയുന്നത്. അവർ ആ കാര്യം പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് റൂത്ത് ഇപ്പം ആ കത്തി എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. അവളിപ്പം ആ കത്തി അവർക്ക് നേരെ ചൂണ്ടിരിക്കുകയാണ്. അത് കാണുന്ന റേക്കും വിവിയനും ശരിക്കും പേടിയായി. എന്നാൽ ഈ സമയത്താണ് വേറൊരാൾ കൂടെ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും റേ ഇപ്പൊ ടോർച്ച് അടിച്ചു നോക്കി. അത് ഹാരി ആയിരുന്നു. എന്നാൽ ഒറിജിനൽ ഹാരി അല്ല, അവന്റെ ശരീരത്തിലുള്ളത് ആ ഏലിയനാണ്. അവനിപ്പോ റൂത്തിനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. റൂത്താണെങ്കിൽ ശരിക്കും പേടിച്ചാണ് നിൽക്കുന്നത്. അവന്റെ ഈ വരവ് അവൾ പ്രതീക്ഷിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് പേടിച്ചോടി. അത് കാണുമ്പോൾ വിവിനും അവളുടെ പുറകെ ഓടാണ്. ഈ സമയം റേ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവൻ റൂത്തിനെ പിടിക്കാൻ വന്നാണെന്ന് മനസ്സിലായപ്പം ഹാരിയെ തടയാൻ വേണ്ടി റേ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ഈ സമയം ഹാരി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേയുടെ കൈപ്പത്തി അങ്ങോട്ട് വെട്ടിക്കളയാണ്. അവന്റെ ചൂണ്ടുവിരലിൽ നിന്നും ഒരു വാളാണ് വെളിയിലേക്ക് വരുന്നത്. അത് വെച്ചിട്ടാണ് അവനിപ്പോ റേയുടെ കൈ വെട്ടിക്കളഞ്ഞത്. റേ ആണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ്. ഈ സമയം ഹാരി അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ പറയുന്നത് എന്തായാലും അവളെ കണ്ടെത്തി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ആ വാൾ ഒന്നുകൂടെ പ്രയോഗിച്ചു. അത് അയാളുടെ മുഖത്തിന് നേരെയാണ്. ഇതേസമയം തന്നെ വിവിയൻ ആണെങ്കിൽ റൂത്തിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവൾ റൂത്തിനെ കണ്ടെത്തി. റൂത്ത് ഇപ്പം അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ വിവിയൻ അങ്ങോട്ട് വരുമ്പം റൂത്ത് ഇപ്പൊ അവളെ വിളിച്ചു, ഇവിടെ മറഞ്ഞിരിക്കാന്നും പറഞ്ഞിട്ട്. അതിനെ തുറന്ന് അവളിപ്പോ റൂത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്താണ് പ്രശ്നം, അത് നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ വിവിയൻ ചോദിച്ചു. ഈ സമയത്താണ് റേ വന്നിട്ട് അവളെ വിളിക്കുന്നത്. അവന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ അരുത്, അങ്ങോട്ട് പോകരുത് എന്നൊക്കെ റൂത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അതെന്റെ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞിട്ട് വിവിയൻ ഇപ്പം റേയുടെ അടുത്തേക്ക് വന്നു. എന്നാൽ അവിടേക്ക് എത്തുമ്പോൾ ആ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. റേ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയം അയാളുടെ തല ഇങ്ങനെ നെടുകെ പിളർന്നു പോവാണ്. അയാളിപ്പം മരിച്ചു. അയാളുടെ പുറകിലായിട്ട് ഹാരിയും നിൽക്കുന്നുണ്ട്. അവനിപ്പം ആ ടെന്റക്കിൾ അവന്റെ കൈക്കുള്ളിലേക്ക് വലിക്കുകയാണ്. അത് കണ്ടതും വിവിയൻ പേടിച്ച് അവിടെ ഓടാൻ തുടങ്ങി. എന്നാൽ അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുമ്പോഴേക്കും ഹാരി അവളെ വെട്ടി വീഴ്ത്തി. അവളിപ്പം അനങ്ങാൻ പറ്റാത്ത താഴെ കിടക്കുകയാണ്. അങ്ങനെ അവളെ ആ അവസ്ഥയിലാക്കിയിട്ട് ഹാരി ഇപ്പൊ റൂത്തിനെ വിളിച്ചു. റൂത്താണെങ്കിൽ അവിടെ പേടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ഹാരി അവളോട് പറയുന്നത് നീ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊന്നു കളയുന്നതാണ്. അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് റൂത്ത് ഇപ്പം ഹാരിയുടെ അടുത്തേക്ക് വന്നു. ഈ സമയം അവൾ അവിടെ കിടക്കുന്ന കാണുമ്പോൾ നീ എന്താണ് വിവിയനെ ചെയ്തത് എന്നാണ് റൂത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഓ ഇവളുടെ കാര്യമാണോ, അത് നീ പേടിക്കണ്ട, ഇതിപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഹാരി ആ വാളെടുത്തിട്ട് അവളുടെ മുഖത്തേക്ക് കുത്തിയിറക്കുകയാണ്. അതോടുകൂടെ വിവിയന്റെ പണി തീർന്നു. ഇതും കൂടെ കാണുമ്പോൾ റൂത്തിന് വല്ലാണ്ട് ദേഷ്യം വന്നു. അവളിപ്പോൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടി വരാണ്. എന്നാൽ അടുത്ത സെക്കൻഡിൽ ഹാരി അവളെ അടിച്ച് താഴേക്കിട്ടു. എന്നിട്ട് അവൻ ചോദിക്കുന്നത് നിനക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ്. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഇവൻ ഒറിജിനൽ ഹാരി അല്ല എന്ന കാര്യം ഇവക്ക് നേരത്തെ അറിയാം. അതായത് ഇവൾ ആ ഗുഹയിലേക്ക് പോയല്ലോ, അവിടുന്ന് ആ നീല കളറിലെ ജെല്ല് കണ്ടില്ലേ. എന്നിട്ട് പെട്ടെന്ന് എന്തൊരു ശബ്ദം കേട്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കാണല്ലോ ചെയ്തത്. എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കണ്ടത് ഏലിയനെ അല്ല, അവിടെ മരിച്ചു കിടക്കുന്ന ഒറിജിനൽ ഹാരിനെയാണ്. അവനിങ്ങനെ ആ പാറയോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ മാന്റെ ശരീരത്തിൽ കണ്ട ആ കറുത്ത സാധനം ഉണ്ടല്ലോ, അതുപോലെ ഹാരിയുടെ ശരീരം പൊതിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ യഥാർത്ഥത്തിൽ മരിച്ചു, തന്റെ കൂടെ നിൽക്കുന്നത് വേറെന്തോ സംഭവമാണ് എന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ടാണ് അവൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഹാരിയെ ആ പാറപ്പുറന്ന് താഴേക്ക് തള്ളിയിട്ടത്. പക്ഷേ ഈ ഏലിയന്റെ പ്രത്യേകത അതിന് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ആരുടെ രൂപത്തിലേക്കും അതിന് മാറാൻ കഴിയും. അത് ആദ്യം സ്വീകരിച്ചത് ആ മാന്റെ രൂപമാണ്, പിന്നീടാണ് അത് ഹാരിയുടെ രൂപം സ്വീകരിച്ചത്. അവൻ അവക്കൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് നടക്കാൻ പോയല്ലോ, ആ സമയത്താണ് ഏലിയൻ ഹാരിനെ പിടിച്ചത്. പിന്നെ ഏലിയന്റെ അടുത്ത പ്രത്യേകത ഇതിന് മരണമില്ല.
അത് സ്വീകരിച്ചിരിക്കുന്ന ആളുടെ ശരീരം എങ്ങനെ കേടുവന്നാലും അത് നേരെയായിട്ട് വരും. അതുകൊണ്ടാണ് ആ പാറപ്പുറത്തുനിന്ന് താഴേക്ക് വീണിട്ടും അവനൊരു പോറല് പോലും പറ്റാതെ അതിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ ഹാരി ഇപ്പോൾ അവളോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലായതെന്ന്. അവളാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, ആ ഗുഹയിൽ പോയ കാര്യങ്ങളൊക്കെ. അവൾ അത് പറഞ്ഞു കഴിയുമ്പം താൻ ചെയ്തത് വല്ലാത്തൊരു അബദ്ധമായി പോയി എന്ന കാര്യം അവന് മനസ്സിലായി. ഹാരിയുടെ ശരീരം ആ ഗുഹയിൽ വെക്കാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇവൾ ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ വാള് വെച്ചിട്ട് അവളെ കൊല്ലാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ സമയത്താണ് ഈ ഏലിയൻ ഒരു പണി കിട്ടുന്നത്. ഈ ഏലിയൻ ഒരു ജീവിയുടെ ശരീരം സ്വീകരിക്കുമ്പോൾ അതിന്റെ മാനസിക നിലയും ഈ ഏലിയൻ്റെതായിട്ട് മാറും. ഇപ്പൊ ഹാരിയെ സംബന്ധിച്ച് അവൻ ഈ റൂത്തിനെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്നത് ഈ ഏലിയൻസിന് അറിയത്തില്ല. അതിപ്പോ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏലിയൻ ഇപ്പൊ റൂത്തിനെ കൊല്ലാൻ പറ്റുന്നില്ല. ഈ സമയം അവനിങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ഗ്യാപ്പിൽ റൂത്ത് ആണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. എന്നാൽ ഹാരി വിടുന്നില്ല. അവനും അവിടെ പുറകെ ഓടാണ്. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൾ അവിടെ കിടന്നൊരു വടിയെടുത്തിട്ട് ഹാരിയുടെ മുഖത്തൊരു അടി കൊടുക്കുകയാണ്. അവന്റെ മുഖത്ത് മുറിവേറ്റു. എന്നാൽ അടുത്ത സെക്കൻഡിൽ ആ മുറിവൊക്കെ നേരെയാവുകയും ചെയ്തു. അതിൽ നിന്നും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. ഈ സമയം ഹാരി അവളോട് പറയുന്നത്, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? ശരി, എനിക്ക് മനസ്സിലായി, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടിനെ കൊന്നുകൊണ്ടല്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ ബോയ് ഫ്രണ്ടിന്റെ രൂപത്തിൽ തന്നെയല്ലേ നിൽക്കുന്നത്. മാത്രമല്ല, ഈ പ്രണയം എന്നൊരു ഫീലിംഗ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. നിനക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും വിളിച്ചുകൊണ്ട് നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. അങ്ങനെ ആ കടൽ തീരത്തുകൂടെ നടക്കുമ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ തീരത്തിനടുത്തായിട്ട് സ്രാവുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അവളിപ്പോൾ അവിടേക്ക് നോക്കുമ്പോഴാണ് ഹാരി ഒരു കാര്യം പറയുന്നത്. ഞാൻ ഇപ്പം നിനക്ക് കാണിച്ചു തരാൻ പോകുന്ന കാര്യം നീ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ സ്പേസ് ഷിപ്പ് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് ഇത്രയും സമയം അവിടെ മറിഞ്ഞിരിക്കുകയായിരുന്നു. അവനത് കാണിച്ചു കൊടുത്തതിന് ശേഷം അവളോട് പറയുന്നത്, എന്തിനാണ് നീ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? ഈ പ്രപഞ്ചത്തിൽ സമാധാനമുള്ള എത്ര ഗ്രഹങ്ങളുണ്ട് എന്ന കാര്യം നിനക്കറിയോ? അതുപോലുള്ള ഏതെങ്കിലും ഒരു ഗ്രഹത്തിലേക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. എന്നിട്ട് അവിടെ സമാധാനത്തോടെ ജീവിക്കാം. ഈ ഭൂമി ഉണ്ടല്ലോ, ഇതിന്റെ കാര്യം കട്ടപ്പുകയാണ്. ഇപ്പൊ ഞാൻ മാത്രമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ എന്റെ പുറകെ വേറെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയുടെ അവസ്ഥ നീ വിചാരിക്കുന്ന പോലെ ആവത്തില്ല. ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക്, നീ എന്റെ കൂടെ വാ, നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ രക്ഷപ്പെടാം എന്നാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ അതിന് സമ്മതിച്ചു. എന്നാൽ അവൾക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവൾ സമ്മതിച്ച സന്തോഷത്തിൽ അവൻ തിരിച്ചു നടക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ ഒരു കത്തിയുണ്ട്. ഇവിടെ നേരത്തെ കണ്ടു. അവൾ ആ കത്തി എടുത്തിട്ട് അവന്റെ നെഞ്ചിലൊരു കുത്തു കൊടുക്കുകയാണ്. അതിനുശേഷം നേരെ ആ കടലിലേക്ക് എടുത്ത് ചാടി. അത് കണ്ടതും ഹാരി അവളുടെ പുറകെ പോവാണ്. ഇത് തന്നെയാണ് അവൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഹാരിയും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന്റെ ചോര മൊത്തം ആ വെള്ളത്തിൽ പടർന്നു. അതിനെ തുടർന്ന് അവൾ നേരത്തെ കണ്ട ആ സ്രാവ് അവന്റെ പുറകെ വരികയാണ്. പെട്ടെന്ന് തന്നെ ആ സ്രാവ് അവനെയും പിടിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ സ്രാവ് അവനെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവൾ കരയിലേക്ക് കയറി. അതിനുശേഷം വേഗം തന്നെ അവൾ ഓടിപ്പോവാണ്. എന്നാൽ അവൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ കരയിലേക്ക് കയറി വന്നു. സ്രാവ് കടിച്ചിരിക്കുന്നത് അവന്റെ കാലിലാണ്. അതിപ്പോ ശരിയായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, ആ സ്രാവിന്റെ തലയെ അറുത്തെടുത്തിട്ടാണ് അവനിപ്പോൾ കരയിലേക്ക് കയറിയിരിക്കുന്നത്. ഇതേസമയം റൂത്ത് ആണെങ്കിൽ കാട്ടിലൂടെ തന്നെ അങ്ങനെ ഓടുകയാണ്. അങ്ങനെ അവളിപ്പോൾ നേരെ എത്തിച്ചേരുന്നത് ആ റേയുടെയും വിവിയന്റെയും ആ ക്യാമ്പ് സൈറ്റിലേക്കാണ്. അവിടെ ഭക്ഷണം ഇരിക്കുന്നുണ്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അവൾ ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് ഹാരി അങ്ങോട്ട് വരുന്നത്. അവനിപ്പം ആ ടെന്റക്കിൾ വെച്ചിട്ട് അവളെ കഴുത്തിൽ ഓടിച്ചു. അതോടുകൂടെ അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്തു. പിന്നീട് അവൾക്ക് ബോധം വരുമ്പം അവൾ ആ ഗുഹയിലാണ്. ഒറിജിനൽ ഹാരിയെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അവളുടെ ശരീരത്തിലും ആ കറുത്ത സാധനം വെച്ചിട്ട് ആ ഏലിയൻ പൊതിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അതിപ്പോ അതിന്റെ ടെന്റക്കിളും അവളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിപ്പോ അവളോട് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരിക്കലും നിന്നെ ഉപദ്രവിക്കണമെന്നേ ഇല്ലായിരുന്നു. നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ളൊരു ജീവിതം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നിനക്കതിൽ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വിട്ടു. ഞാനിപ്പം മറ്റൊരു വഴിയാണ് കണ്ടിരിക്കുന്നത്. ഇനി മുതൽ ഞാൻ നീയായിട്ട് ജീവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ടെന്റക്കിൾ വഴി അവളുടെ രൂപം മൊത്തം അവന്റെ ശരീരത്തിലേക്ക് ആക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ഏലിയണും ഇപ്പൊ റൂത്തിന്റെ രൂപത്തിലേക്കായി. എന്നിട്ട് അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. നിന്റെ ഫീലിങ്സ് എല്ലാം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നിനക്ക് ഈ ഹാരി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ? പക്ഷെ നിന്റെ മനസ്സിൽ ഒരുപാട് വേദന കാണുന്നുണ്ടല്ലോ. അത് കുഴപ്പമില്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും ഒഴിവായിക്കോളാം. പക്ഷെ ഞാനിപ്പോ നീയായ സ്ഥിതിക്ക് ഇനി നീ ജീവനോടുണ്ടായി കഴിഞ്ഞാൽ അതെനിക്ക് പ്രശ്നമല്ലേ. അതുകൊണ്ട് നീ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഏലിയൻ അവളെ കൊല്ലാൻ വേണ്ടി അവന്റെ വാളെടുത്തു. എന്നാൽ അത് കാണുമ്പോഴാണ് റൂത്ത് ഒരു കാര്യം പറയുന്നത്. ഇല്ല, നിനക്ക് ഒരിക്കലും ഞാനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നീ ഇപ്പം എന്റെ രൂപം എടുത്തത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എന്റെ മാനസികാവസ്ഥ എന്താണ് എന്ന കാര്യം നിനക്കറിയോ? അതൊന്നും നീ ഇതുവരെ അനുഭവിക്കാത്ത കാര്യമാണ്. നീ ഒന്ന് ശരിക്കും എന്റെ മനസ്സിലെ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്തു നോക്ക്. വേദനകൾ മാത്രമേ എനിക്കുള്ളൂ. ആ വേദന ഒന്നും ഒഴിവാക്കാൻ നിനക്ക് പറ്റത്തില്ല. ആ വേദനകളെ നിനക്ക് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. ആ വേദന ഇപ്പം നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. അത് നീ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും ആ വേദനകൾ നിന്നെങ്ങനെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നെങ്കിലും നീ നിന്റെ ഒരു ഭാവി സ്വപ്നം കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും നിനക്ക് പറ്റത്തില്ല. കാരണം നിന്റെ പാസ്റ്റ് അത് നിന്നെങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് ഒറിജിനൽ റൂത്ത് പറയുന്നത്. അവൾ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ ഏലിയൻ ഇപ്പം അവളുടെ ആ വേദന ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്ത് കാണിച്ചിട്ടും അവൾക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അവളിപ്പം വല്ലാതെ തളർന്ന അവസ്ഥയിലാണ്. ഈ സമയത്താണ് അവിടെ കിടക്കുന്ന റൂത്തിന്റെ ആ ഗുളികയുടെ കുപ്പി അവൾ കാണുന്നത്.
പക്ഷെ അവൾ അത് എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ഗുളിക ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ സമയമാകുമ്പോഴേക്കും ആ ഏലിയൻ ആണെങ്കിൽ വല്ലാതെ തളർന്ന അവസ്ഥയിലാണ്. ഈ ഒരു ഗ്യാപ്പിൽ ഒറിജിനൽ റൂത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പൊതിഞ്ഞിരിക്കുന്ന ആ കറുത്ത സാധനം ഉണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് കടന്നു. എന്നിട്ട് വേഗം തന്നെ ആ ഏലിയന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ഏലിയൻ ആണെങ്കിൽ തീരെ വയ്യാത്ത അവസ്ഥയിലാണ്. അത് ആദ്യമായിട്ടാണ് ഇതുപോലൊരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ അതവിടെ വയ്യാണ്ട് കിടക്കുമ്പോൾ റൂത്ത് ഒരു കല്ലെടുത്തിട്ട് അതിന്റെ തലയ്ക്ക് ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ച് അതിന്റെ തല മൊത്തം ചമ്മന്തിയാക്കിയതിന് ശേഷം അവൾ വേഗം തന്നെ ആ ഗുഹയിൽ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ റൂത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ ഏലിയന്റെ തലയുടെ ഭാഗങ്ങളൊക്കെ ശരിയാവാൻ തുടങ്ങി. ഈ സമയം റൂത്ത് ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവളുടെ റേഡിയോയിലൂടെ ആ ഏലിയൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. നീ ഇത്രയ്ക്ക് വയലന്റ് ആവും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിനക്ക് എന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റും എന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. ഒരിക്കലും നിനക്ക് പറ്റത്തില്ല. മാത്രമല്ല നിനക്ക് എന്നിൽ നിന്ന് മറഞ്ഞിരിക്കാനും സാധിക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നീ ഓർക്കുന്നില്ലേ, ഇപ്പൊ ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. എന്നെ പിന്തുടർന്ന് വേറെയും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ഏലിയൻ ആ റേഡിയോയിലൂടെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന റൂത്ത് ആണെങ്കിൽ ആ റേഡിയോ അങ്ങോട്ട് ഓഫ് ചെയ്തു. പക്ഷെ ഭൂമിയിലെ മനുഷ്യർക്ക് ഇപ്പം നല്ലൊരു പണി കിട്ടാൻ പോവാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ വേഗം തന്നെ അവൾ അവളുടെ വണ്ടി ഓടിച്ചിട്ട് അവിടുന്ന് പോവാണ്. എന്നാൽ അവൾ അവിടെ നിന്ന് പാസ് ചെയ്ത് പോയി കഴിയുമ്പോഴാണ് ആകാശത്തു നിന്നും കുറെ കൂടെ ചുവന്ന വസ്തുക്കൾ ആ കാട്ടിലേക്ക് വന്നു വീഴുന്നത്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.